മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ കപ്പൽ അപകടത്തിൽ കാണാതായവരിൽ 2 മലയാളികളും. എറണാകുളം എടക്കാട്ടുവയൽ സ്വദേശി ഇന്ദ്രജിത്ത് സന്തോഷ്, കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ എന്നിവരെയാണ് കാണാതായത്. ക്രൂ ചേഞ്ചിനിടെ തിരയിൽപ്പെട്ട് കടലിൽ വീണു പോവുകയായിരുന്നു. കമ്പനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ശ്രീരാഗ് ഈസ് മിസ്സിംഗ്. അന്ന് രാവിലെ 3:30 മണിക്ക് ഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. ഷിപ്പിലേക്ക് പോയ ബോട്ടാണ് ക്യാപ്സൈസ് ചെയ്ത് ഇതിനകത്തെ ഉള്ളവരെല്ലാവരും വെള്ളത്തിൽ പോയി. കുറച്ചുപേരെ ആരെയൊക്കെ രക്ഷിച്ചതായിട്ടാണ് അറിയുക. ഇവിടുന്ന് തിങ്കളാഴ്ച വെളുപ്പിനെ പോയതാണ്. ഇത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡീപ് സീ ആണ്. അപ്പോൾ ഡീപ് സീ ഡൈവേഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ കപ്പലപകടത്തിൽ 2 മലയാളി യുവാക്കളെയാണ് കാണാതായിരിക്കുന്നത്. ഒന്ന് എറണാകുളം എടക്കാവൽ സ്വദേശിയായിട്ടുള്ള ഇന്ദ്രജിത്ത്, മറ്റൊന്ന് കൊല്ലം തേവലക്കര സ്വദേശിയായിട്ടുള്ള ശ്രീരാഗ് രാധാകൃഷ്ണനെയുമാണ് കാണാതിരിക്കുന്നത്. ഈ അപകടം നടക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അപകടം നടക്കുന്നത്. അതായത് ക്രൂസ് ചേഞ്ചിനിടയിലാണ് തിരയിൽപ്പെട്ട് ഇവർ കടലിലേക്ക് വീഴുന്നത്. 21 പേരാണ് അപകടത്തിൽപ്പെട്ട് വീണത്. അതിൽ 16 പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മലയാളി യുവാക്കൾ ഉൾപ്പെടെയുള്ള മറ്റാളുകളെ കണ്ടെത്താനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്താനുള്ള പരിശോധന, അത് 5 പേരെ കണ്ടെത്താനുള്ള അന്വേഷണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 6 വർഷമായിട്ട് തേവലക്കര സ്വദേശിയായിട്ടുള്ള ശ്രീരാഗ് ഈ ഓയിൽ ടാങ്കറിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ നേവി ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു. അതായത് 14 മുൻപ് വരെ നാട്ടിലുണ്ടായിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ മടങ്ങിപ്പോവുകയും ക്രൂസ് ചേഞ്ച് ആയിട്ട് അവിടെ കയറാനുള്ള ശ്രമം നടക്കവെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്തായാലും കുടുംബം ഈ വിവരം കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പരിശോധന, അതായത് ഇവരെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. കുടുംബമാകെ സങ്കടത്തിലാണ്. ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വിഷമത്തോടുകൂടെയാണ് അവർ പ്രതികരണം നടത്തുന്നത്. കുടുംബ ഭാര്യയും അച്ഛനും അമ്മയും ഒക്കെയുള്ള ഒരു കുടുംബമാണ് ഈ തേവലക്കര സ്വദേശിക്കുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ധന്യ.